ഹലോ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമുക്ക് മുഴുവനായിട്ട് പഠിക്കാനുള്ള ഒരു സമയമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് എൻ്റെ കയ്യിലുള്ളത്. അതിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് തൊട്ട് മുമ്പ് നടന്ന എക്സാമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ മോഡലായിരിക്കും നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് 2017 അഡ്മിഷൻ്റെ ഒരു പേപ്പറും ജസ്റ്റ് ഒന്ന് നോക്കാം ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുമ്പ് ഈ ഒരു പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ട്രാൻസാക്ഷൻ ഫസ്റ്റ് സെമസ്റ്റർ കോമൺ ഇംഗ്ലീഷ് പേപ്പറാണ് നമ്മളിവിടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് നോക്കാം. ഓക്കെ, ആൻസേഴ്സും ഈ ഒരു ഡിസ്കഷൻ്റെ ഒപ്പം ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്ക് നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. സീലിംഗ് ആണ്, 20 മാർക്ക് ഉണ്ട്. അതായത് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാം. എല്ലാ ക്വസ്റ്റ്യനും 2 മാർക്കാണ്. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്ക് അല്ലെങ്കിൽ അര മാർക്ക് പോയി കഴിഞ്ഞാലും അതൊരു വേറെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, നിങ്ങൾക്കത് കോമ്പൻസേറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. നമുക്ക് നോക്കാം. റീഡ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഡു ആസ് ഡയറക്റ്റഡ്. ആൾ ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ക്യാൻസൽഡ്. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 2 മാർക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യു വാണ്ട് ടു ഹാവ് എ tea right now. How will you suggest this to your friends? നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചായ ആവശ്യമാണ്, എങ്ങനെയാണ് അതൊന്ന് സജസ്റ്റ് ചെയ്യുക എന്നുള്ളത്. പെട്ടെന്ന് ആൻസർ പറയാം അല്ലേ. എന്താണ് ലെറ്റ്സ് ഹാവ് എ ടീ? ലെറ്റ്സ് ഹാവ് എ ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, അതൊരു സജഷനായി. അല്ലെങ്കിൽ വി കുഡ് ഗോ ഫോർ എ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സജഷനായി. ഇനി വേറൊന്ന്, യു ഫോർഗോട്ട് ടു ഇൻഫോം യുവർ ഫ്രണ്ട് ദാറ്റ് യു വോണ്ട് ബി കമ്മിങ് ഫോർ എ സിനിമ. നിങ്ങൾ സിനിമക്ക് വരില്ല എന്നുള്ളത് നിങ്ങളുടെ ഫ്രണ്ടിനെ അറിയിക്കാൻ നിങ്ങൾ മറന്നുപോയി. പക്ഷെ എന്ത് ചെയ്യണം, എക്സ്പ്രസ് യുവർ റിഗ്രറ്റ്, നിങ്ങളുടെ സങ്കടം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രയാസം അറിയിക്കണം. യൂസിങ് ഷുഡ് ഹാവ് വെച്ചിട്ട് അറിയിക്കണം എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ട് എങ്ങനെ അറിയിക്കും? ഐ ആം സോറി, ഐ ഷുഡ് ഹാവ് കം ടു യുവർ പിന്നെ സിനിമ, അല്ലെങ്കിൽ ഐ ഷുഡ് ഹാവ് കം വിത്ത് യു. ഐ ആം സോറി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു കാര്യം എഴുതാവുന്നതാണ്. ഐ ഷുഡ് ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ വരാമായിരുന്നു എന്നുള്ളത്. നെക്സ്റ്റ് വൺ, ഷുവർ ബട്ട് ലേറ്റർ എന്നുള്ള ഒരു ആൻസർ ആണ് കൊടുക്കേണ്ടത്. അതിനെ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അതെന്താണ്, നമുക്ക് ഇങ്ങനെ ചോദിക്കാം. കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ ടു കംപ്ലീറ്റ് മൈ പ്രൊജക്ട്, അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ചോദിക്കാം. എന്ത് ക്വസ്റ്റ്യൻ ഉള്ള നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ചോദിക്കാവുന്ന. അതിനുള്ള ഉത്തരം എന്തായിരിക്കണം? ഷുവർ ബട്ട് ലേറ്റർ. എന്തായാലും ഞാൻ ചെയ്തു തരാം, പക്ഷെ ഇപ്പോഴല്ല, പിന്നെ ചെയ്തു തരാം എന്നുള്ളത്. നെക്സ്റ്റ് വൺ, റീഅറേഞ്ച് ദ ഗിവൻ ജംബിൾഡ് സെന്റൻസ് ടു ഗെറ്റ് ദ കറക്റ്റ് എക്സ്പ്രഷൻ യൂസ്ഡ് ഫോർ ഇന്ററപ്ഷൻ. കൃത്യമായിട്ടുള്ള ഒരു അർത്ഥം കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ജംബിൾഡ് വേർഡ്സ് അറേഞ്ച് ചെയ്യുക എന്നുള്ളത്. അത് ഞാൻ ആൻസർ പറയാട്ടോ. മേ ഐ ആഡ് മോർ പോയിന്റ് ടു വാട്ട് യു ഹാവ് ജസ്റ്റ് ഗിവൺ. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ദ വവൽ സൗണ്ട്സ് ഇൻ മൂൺ ആൻഡ് ടോയിൽ ആൻഡ് കാറ്റഗറൈസ് ദം ആസ് മോണോഫ്തോങ് ആൻഡ് ഡിഫ്തോങ്. അപ്പൊ ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആണ് കേട്ടോ, എളുപ്പമാണ്. മൂൺ എന്ന് പറയുമ്പോൾ ഊ എന്ന് പറയുന്ന സൗണ്ട് ആണ്, അതെന്താണ്, മോണോഫ്തോങ് ആണ് അല്ലെ, അതിലൊറ്റ സിംഗിൾ വവൽ സൗണ്ട് ആണ് വരുന്നത്. ടോയിൽ എന്ന് പറയുമ്പോൾ ഓയ് എന്ന് പറയുന്ന സൗണ്ട് ആണ് അല്ലെ, ടോയിൽ, ഓയിൽ എന്ന് പറയുന്നത് അത് ഡിഫ്തോങ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ദ സൗണ്ട്സ് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ് ചു ആൻഡ് തിഷ് അല്ലെ, അതെന്താണ്, ചു പറയുമ്പോൾ ച്ച് എന്ന് പറയുന്ന ച് എന്ന് പറയുന്ന സൗണ്ടും തിഷ് എന്ന് പറയുമ്പോൾ ത് എന്ന് പറയുന്ന സൗണ്ട്, തിഷ് എന്നുള്ളത് കേട്ടോ. നെക്സ്റ്റ് വൺ, വി ഹാഡ് ഗോൺ ടു ദ മൂവീസ് ലാസ്റ്റ് നൈറ്റ്, റീറൈറ്റ് ദ സെന്റൻസ് കറക്റ്റ്ലി, ജസ്റ്റിഫൈ യുവർ കറക്ഷൻ. ഇത് കറക്റ്റ് ആയിട്ട് എഴുതിയാൽ മാത്രം പോരാ, ജസ്റ്റിഫിക്കേഷനും കൊടുക്കണം. അപ്പൊ അതിന്റെ ജസ്റ്റിഫിക്കേഷൻ എന്താണ്, നമുക്ക് ആദ്യം അത് കറക്റ്റ് ആണ് കൊടുക്കാം. എന്താണ്, വി വെന്റ് ടു ദ മൂവീസ് ലാസ്റ്റ് എന്ന് ആക്കിയാൽ മതി. അവിടെ ഹാഡ് ഗോൺ വേണ്ട, പാസ്റ്റ് പെർഫെക്റ്റ് അല്ല അവിടെ വേണ്ടത്. അവിടെ എന്താ വേണ്ടത്, സിമ്പിൾ പാസ്റ്റ് ആണ് വേണ്ടത്. അത് തന്നെയാണ് അതിന്റെ ജസ്റ്റിഫിക്കേഷൻ. നെക്സ്റ്റ് വൺ, ഷീ ഈസ് കുക്കിംഗ് ഇൻ ദ കിച്ചൺ, ഫ്രെയിം എ WH ക്വസ്റ്റ്യൻ ഫോർ ദിസ് സെന്റൻസ്. എന്താണ്, അവൾ കുക്ക് ചെയ്യാണ്, അതിന് പറ്റിയ ഒരു സെന്റൻസ് ഉണ്ടാക്കാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, എന്താണ്, വാട്ട് ഷീ ഈസ് ഡൂയിങ് ഇൻ ദി കിച്ചൺ, അല്ലെങ്കിൽ വേർ ഈസ് ഷീ കുക്കിംഗ് എന്നുള്ളത് ചോദിക്കാം. 2 ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ചോദിക്കാം. നെക്സ്റ്റ് വൺ, വി ഷുഡ് റീഡ് അനദർ ബുക്ക് ബൈ EB വൈറ്റ്. ഐഡന്റിഫൈ ദ വെർബ് ആൻഡ് ഹെൽപ്പിംഗ് വെർബ് ഇൻ ദ സെന്റൻസ്. റീഡ് എന്നുള്ളത് വെർബും ഷുഡ് എന്നുള്ളത് എന്താണ്, ഹെൽപ്പിംഗ് വെർബും ആണ്. ദ ലോക്കൽ കിഡ്സ് ഹാങ് ഔട്ട് at the mall. Identify the phrasal verb in the sentence and write its meaning. അതായത് ഇതിൽ ഫ്രൈസൽ വെർബ് ആകെ പഠിക്കാനുള്ളത് 15-20 ഫ്രൈസൽ വെർബ് ആണ്. അത് കാണാപ്പാടം പഠിക്കുക, ഐഡിയംസും കാണാപ്പാടം പഠിക്കുക. എന്നാൽ ആ പോർഷനിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം കേട്ടോ. 2ാമത്തെ ചാപ്റ്ററിൽ അത്രയേ ഉള്ളൂ. അപ്പൊ ഇതിൽ ഹാങ് ഔട്ട് എന്ന് പറയുന്നതാണ് ഫ്രൈസൽ വെർബ്. അത് ഹാങ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ എ പ്ലേസ്, ഒരു സ്ഥലത്ത് കുറെ നേരം ചെലവഴിക്കുന്നതിനാണ് ഹാങ് ഔട്ട് എന്ന് പറയാം കേട്ടോ. നെക്സ്റ്റ് വൺ, ദ ടൊർണാഡോ കോസ് എ ലോട്ട് ഓഫ് ഡാമേജ് ഓൺ ഓൾ പാർട്സ് ഓഫ് ദ റീജിയൻ. റൈറ്റ് ദി ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ഫോർ ദി അണ്ടർലൈൻഡ് വേർഡ്.
എ ലോട്ട് ഓഫ് കോസ് എ ലോട്ട് ഓഫ് ഡാമേജിന് എന്താ നമ്മൾ പറയാ റെക് ഹെവോക് ഓൺ. അത് ആ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചാൽ മതി. അതിലാകെ പഠിക്കാനുള്ള പിന്നെ ഈ 15 ഇഡിയമും 15 ഫ്രൈസും ആണ്. അതിന്റെ അർത്ഥം പഠിച്ചു കഴിഞ്ഞാൽ അത് യൂസ് സെന്റൻസ് ഉപയോഗിക്കാം, അത് ജംബിൾഡ് ഉപയോഗിക്കാം, അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ നമുക്കത് ഉപയോഗിക്കാം. അതുകൊണ്ട് എളുപ്പമുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് അതും സെക്കൻഡ് ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡാഡ് സീംഡ് മോർ ഡിസപ്പോയിന്റഡ് ദാൻ ആംഗ്രി. സിനോണിംസിൽ വരുന്ന കേട്ടോ. റൈറ്റ് ദ മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ് ഇൻ ദ ഗിവൻ സെന്റൻസ്. അതിന്റെ വേറൊരു വേർഡ് കൊടുക്കുക. ഡിസ്ഇല്യൂഷനഡ് അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് എന്നൊക്കെ കൊടുക്കാം. ടെക്സ്റ്റിലുള്ളതാണ്. റീഡ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഡു ആസ് ഡയറക്റ്റഡ്. ആൾ ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ആൻസേർഡ്. സീലിംഗ് 30 മാർക്ക്, 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എല്ലാം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നതാണ്. പ്രിപ്പയർ എ ഷോർട്ട് ടെലിഫോണിക് കോൺവെർസേഷൻ ഇൻ വിച്ച് ഫ്രേസസ് ലൈക്ക് ഐ ആം അഫ്രേഡ്, ഹാങ് ഓൺ, സ്പീക്കിംഗ് എക്സെട്ര ഓക്കർ. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ടെലിഫോണിക് കോൺവെർസേഷൻ ഉണ്ടാക്കുക. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ വിളിക്കുകയാണ്. ഹലോ. അപ്പം എന്ത് ചെയ്യുന്നു? കൂട്ടുകാരൻ ഹലോ എന്ന് പറയുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്നു. എന്നിട്ട് കൂട്ടുകാരൻ എന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു തരുമെന്ന് ചോദിക്കുന്ന സമയത്ത് ഐ ആം അഫ്രേഡ് അല്ലെങ്കിൽ ഐ ആം സോറി എന്നുള്ളതിന്റെ ഒരു വേറൊരു വാക്കാണ് എന്ത്? ഐ ആം അഫ്രേഡ്. അല്ലെങ്കിൽ പിന്നെ എനിക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വേറൊരു ട്യൂണാണ്. ഹാങ് ഓൺ എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം അല്ലെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്യൂ എന്നുള്ളത്, അല്ലെങ്കിൽ കുറച്ചു നേരം ഒന്ന്. സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ കൺഫേം ചെയ്യാണ്. ഓക്കെ, ഈസ് ദിസ് ഹലോ, ഈസ് ദിസ് രാഹുൽ? യെസ്, രാഹുൽ സ്പീക്കിംഗ്. അപ്പം എന്താണ് കൺഫർമേഷൻ? അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക? നല്ലൊരു ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇനി വേറൊരു കാര്യം ഉള്ളത്, എവിടെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞ സെയിം ടോപ്പിക്കാണ്. കാണാത്തവർ ആ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. എക്സ്പോർട്ട് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മീനിങ് എവിടെയാണ് വ്യത്യാസം വരുന്നത് എന്നാണ് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് നൗൺ ആണെങ്കിൽ അതിന്റെ ആർട്ടിക്കുലേഷൻ കൊടുക്കേണ്ടത് ഫസ്റ്റ് ഇതിലാണ് അല്ലെ. ഫസ്റ്റ് സിലബിൾ എന്ത് ചെയ്യുക? ഇവിടെ ഒരു വരട്ട് കൊടുക്കുക. ഇനി അത് വെർബ് ആവുന്ന സമയത്ത് സെക്കൻഡ് സിലബിൾ അത് പീന്റെ അവിടെ ഒരു വരട്ട് കൊടുക്കുക അല്ലെ. എക്സ്പോർട്ട്. പിന്നെ അതിന്റെ പ്രൊനൗൺസിയേഷനിൽ വ്യത്യാസം വരുന്നത് ഒന്ന് അല്ലെ, ഈക്കാണ് അവിടെ സ്ട്രെസ് കൊടുക്കുന്നത്. എക്സ്പോർട്ട് ആണ്. രണ്ടാമത്തെ എക്സ്പോർട്ട് ആണ്. എക്സ്പോർട്ട് പീക്കാണ് അവിടെ സ്ട്രെസ് കൊടുക്കുന്നത്. ഒന്ന് ഈക്കും ഒന്ന് പീക്കും ആണ് ഇവിടെ സ്ട്രെസ് കൊടുക്കുന്നത്. അതിന്റെ വ്യത്യാസം ഒന്ന് നൗൺ ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംതിങ് എക്സ്പോർട്ടഡ്, എന്തെങ്കിലും സാധനം എക്സ്പോർട്ട് ചെയ്തതിനാണ് എക്സ്പോർട്ട് എന്ന് ഉപയോഗിക്കുക. ഇനി അത് വെർബ് ആവുന്ന സമയത്ത് ടു ക്യാരി അവേ ഒന്ന് എടുത്തുകൊണ്ടതിനൊക്കെ എക്സ്പോർട്ട് എന്ന് പറയും. ഇനി അതേപോലെ തന്നെയാണ് കോൺഫ്ലിക്റ്റും. ഓക്കെ, കോൺഫ്ലിക്റ്റും. ഓക്കെ, അതാണ്. ഒന്ന് സീലാണ് സ്ട്രെസ് കൊടുക്കുന്നത്, കോൺഫ്ലിക്റ്റ്. ഒന്ന് കോൺഫ്ലിക്റ്റ് എന്നുള്ള. അപ്പൊ അതിന്റെ ആർട്ടിക്കുലേഷൻ സീല് വരുന്ന സമയത്ത് ഫസ്റ്റ് സിലബിൾ വരുമ്പോൾ അത് നൗൺ ആവും, സെക്കൻഡ് സിലബിൾ വരുമ്പോൾ അത് വെർബ് ആവും. അപ്പോൾ എന്താണ് വെർബ് ആവുന്ന സമയത്ത് അതിന്റെ വ്യത്യാസം, അതിന്റെ മീനിങ്ങിന്റെ വ്യത്യാസം വരുന്നത് എന്താ? നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പിന്നെ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ നൗൺ ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു അടിപിടി അല്ലെങ്കിൽ തല്ല്, അതിനൊക്കെയാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. ഇനി അത് വെർബ് ആവുന്ന സമയത്ത് എന്താണ്? ടു ഡിസഗ്രി, പരസ്പരം അഗ്രി ചെയ്യാത്ത അവസ്ഥയെ നമ്മൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയും. ഇനി വേറൊന്ന്, ഈച്ച് ഗിവൻ സെന്റൻസ് ഹാസ് വൺ വേർഡ് മിസ്സിംഗ്, റൈറ്റ് ഇറ്റ് ഇൻ ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. ഈസിയാണ് കേട്ടോ അത്. ദീപു നോട്ട് റിമെമ്പർ ഫേസസ് വെൽ. ഇവിടെ എന്താ കൊടുക്കേണ്ടത്? ഡസ് എന്നാണ് കൊടുക്കുന്നത്. കാരണം ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. ഇവിടെ ഒന്ന് ഡസിന്റെ ആവശ്യമുണ്ട്. ഇത് സിമ്പിൾ പ്രസന്റ് ആയതുകൊണ്ട് തന്നെ ഇത് നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ അവിടെ ഡസിന്റെ ആവശ്യമുണ്ട്. ദ ടീച്ചേഴ്സ് നോ ഹെർ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വേണം? ഇവിടെ ഡു ആണോ ഡസ് ആണോ വേണ്ടതെന്നുള്ള, ഡു ദ ടീച്ചേഴ്സ് നോ ഹെർ എന്നുള്ളതാണ് അവിടെ വേണ്ടത്. ഇനി നെക്സ്റ്റ് വൺ, റീഓർഡർ ദ ഗിവൻ സെന്റൻസ് ആൻഡ് ഐഡന്റിഫൈസ് ദ ടെൻസ് ആണ്. ഇത് എളുപ്പമാണ് അല്ലെ. ദോസ് യങ് ലേബേഴ്സ് കം ഫ്രം ബംഗാൾ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അതിന്റെ പിന്നെ ഏത് ടെൻസിലാണുള്ളത്? സിമ്പിൾ പ്രസന്റിലാണുള്ളത് അല്ലെ. ഇനി നെക്സ്റ്റ് നോക്കൂ, ജാക്ക് വിൽ ഫിനിഷ് ഹിസ് വർക്ക് ടുമാറോ, അത് സിമ്പിൾ ഫ്യൂച്ചറിലാണ് ഉള്ളത്. ഇനി നെക്സ്റ്റ് വൺ, ചൂസ് വൺ ഫ്രൈസൽ വേർബ് ആൻഡ് യൂസ് ഇറ്റ് ഇൻ 2 സെന്റൻസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യാം? അത് 2 സെന്റൻസിലായിട്ട് എഴുതുക. സോർട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പിന്നെ ടു ഓർഡർ സംതിങ്, എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്തൊക്കെ അല്ലെങ്കിൽ ഒക്കെ ഒന്ന് ശരിയാക്കി വെക്കുന്നതാണ് എന്ത് ചെയ്യാം? സോർട്ട് ഔട്ട് എന്ന് പറയാം. പിന്നെ നെക്സ്റ്റ് പുട്ടപ്പ് വിത്ത് ആണ്. പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ ടു ടോളറേറ്റ്, എന്താ സഹിക്കുക എന്നുള്ളതിനൊക്കെയാണ് പുട്ടപ്പ് വിത്ത് എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്? ചൂസ് വൺ ഇഡിയം ആൻഡ് യൂസ് ഇറ്റ് ഇൻ 2 സെന്റൻസ് ഓഫ് യൂസ്. ഇഷ്ടമുള്ള സെന്റൻസിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പിന്നെ ഇഡിയംസ് യൂസ് ചെയ്യാം. ബാർക്കിംഗ് അപ്പ് ദ
റോങ് ട്രീ. തെറ്റായ ആളടുത്ത് പോയിട്ട് നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ പറയുന്നതിന് എന്താ പറയാ? ബാർക്കിംഗ് അപ്പ് ദി റോങ് ട്രീ എന്നാണ് പറയാം. ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ്. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയ ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടി നല്ലതാവാൻ വേണ്ടി, അല്ലെങ്കിൽ ജീവിത നിലവാരം പിന്നെ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഹാർഡ് വർക്ക് ചെയ്യുന്നു, നന്നായിട്ട് പണിയെടുക്കുന്നതിനാണ് ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ് എന്ന് പറയാം. ഇനി the sentences below consist of some grammatical mistakes. Identify the mistakes and rewrite them correctly. Justify your correction. എപ്പോഴും ജസ്റ്റിഫിക്കേഷൻ കിട്ടും, അത് മറക്കരുത്. എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ അതിനെ എന്തുകൊണ്ടാണ് അത് കറക്റ്റ് ആക്കിയത് എന്നുള്ളത് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. സ്പീക്ക് സ്ലോലി ടു അന ആൻഡ് പീറ്റർ ബിക്കോസ് ദേ ഡസൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. ഇവിടെ ഡസിൻ സ്പീക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അവിടെ ഡസിൻ എന്നുള്ള വേണ്ടത് അവിടെ ഡോണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇവിടെ അനയും ഉണ്ട് പീറ്ററയും ഉണ്ട്. പ്ലൂറൽ ആവുന്ന സമയത്ത് നമ്മൾ ഡസ് എന്ന് ഉപയോഗിക്കില്ല, ഡു എന്നാണ് അല്ലെങ്കിൽ ഡോൺ എന്നാണ് ഉപയോഗിക്കുക. ഓക്കെ, അതാണ് ഇവിടെ ഡോണ്ട് എന്നുള്ളതാണ്. ഇൻ 1975 ആഫ്റ്റർ 7 years in prison, Carson had been leaving and started a new life. ഇവിടെ ഹാഡ് ബീൻ ലീവിങ് എന്ന് വേണ്ട, അതെന്താണ്? അത് പാസ്റ്റ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് ഹാഡ് ബീൻ അങ്ങനെ അതൊന്നും ഇവിടെ ആവശ്യമില്ല. ഇവിടെ ജസ്റ്റ് വേണ്ട എന്താണ്? സ്റ്റാർട്ടഡ് ആൻഡ് ന്യൂ ലൈഫ് ഇവിടെ ഉള്ളത്. അപ്പം എന്താണ്? കാഴ്സൺ ലെഫ്റ്റ് ആൻഡ് സ്റ്റാർട്ടഡ് എ ന്യൂ ലൈഫ് എന്നാ വേണ്ടുള്ളൂ. കാരണം ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആഫ്റ്റർ 7 years in prison എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ഉള്ളത് റീഡിങ് ദ ഫോളോയിങ്. ഇത് എനി വൺ എഴുതിയാൽ മതി, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. റീഡ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ എനി വൺ ഓഫ് ദി ഫോളോയിങ്. നിങ്ങൾ ഇഷ്ടമുള്ള ഏതെങ്കിലും എഴുതാം. അതിൽ ഫസ്റ്റ് വൺ, മേക്കപ്പ് എ റീസൺബ്ലി ലോങ് ഡയലോഗ് വിച്ച് കണ്ടെയ്ൻ എക്സ്പ്രഷൻസ് യൂസ്ഡ് ബൈ പൊളൈറ്റ് റിക്വസ്റ്റ്, പെർസുവേഷൻസ്, സജഷൻ ആൻഡ് ദർ എക്സ്പ്രഷൻ ദർ റെസ്പോൺസസ്. അതായത് സ്പീക്കിംഗ് മൊഡ്യൂൾ എടുക്കുക. സ്പീക്കിംഗ് മൊഡ്യൂളിൽ എടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാം. അതിലെന്താണ് സിമ്പിളായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഏതൊക്കെ വേർഡ്സ് ആണ് ഓരോ കാര്യത്തിനും ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ പറയുന്ന ഡയലോഗിൽ അതും പാടെ ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണോ അതൊക്കെ ചേർത്ത് കൊടുക്കുക. പൊളൈറ്റ് റിക്വസ്റ്റ്, പെർസുവേഷൻ. പൊളൈറ്റ് റിക്വസ്റ്റ് എന്നാൽ ഹംബിൾ ആയിട്ടുള്ള വളരെ സൗമ്യമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ കുഡ് യു പ്ലീസ്, മേ ഐ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഹംബിളായിട്ട്. പെർസുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അവരെ അട്രാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതാണ് പെർസുവേഷൻ. സജഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലെറ്റ്സ് ഗോ അല്ലെങ്കിൽ ലെറ്റ്സ് ഹാവ് എ ടീ എന്നുള്ളത്. അതിൻ്റെ ഒരു സാഹചര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അനുമോളും ശരത്തുമാണ് സ്പീക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സിറ്റുവേഷനും കോണ്ടെക്സ്റ്റും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ ഒരു കോണ്ടെക്സ്റ്റിൽ എന്ത് ചെയ്യാം? നിങ്ങൾ ആലോചിച്ചിട്ട് നല്ല ഡയലോഗൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നെക്സ്റ്റ് വൺ സിമ്പിളാണ്, നന്നായിട്ട് ഇരുന്ന് വായിക്കുക. പണ്ട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചെയ്ത കാര്യം തന്നെയാണ്. ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിന് ഉത്തരം കണ്ടെത്തുക. ഏതെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ 10 മാർക്ക്. ഓക്കെ, ഇത് വളരെ എളുപ്പമാണ് കേട്ടോ. അങ്ങനെ ആരും അങ്ങനെ ഫെയിൽ ആവുന്നില്ല. നിങ്ങൾ കരുതി കൂട്ടിയിട്ട് ഫെയിൽ ആവണമെന്ന് വിചാരിച്ചാൽ മാത്രം ഫെയിൽ ആവുന്ന ഒരു പേപ്പറാണ്. അതുകൊണ്ട് ആരും ഒരു പ്രയാസത്തോട് കൂടിയിട്ടും പഠിക്കേണ്ട ഒരു പേപ്പറല്ല ഇത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചോ, ഒരു കുഴപ്പമില്ല, പറഞ്ഞുതരാം. പിന്നെ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് ഫോണറ്റിക്സ്, അതിൻ്റെ ട്രാൻസ്ക്രൈബും കാര്യങ്ങളൊക്കെ. സെക്കൻഡ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ ഒരു സിനോണിംസ് കുറച്ചുണ്ട്, ഒരു 3-4 ഉണ്ട്, അതൊന്ന് പഠിക്കുക. അതോടൊപ്പം തന്നെ ഫ്രൈസൽ വേർബ്സ്, ഇഡിയംസ് പഠിക്കുക. പിന്നെ മൂന്നാമത് സ്പീക്കിംഗ് ആണ്. സ്പീക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. ഗ്രാമറാണ്. ഗ്രാമർ കുറച്ചൊരു പിന്നെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷെ ഇതിൽ ചോദിച്ചുള്ള അധിക ഗ്രാമറും സിമ്പിൾ പിന്നെ പ്രസന്റ് എന്നൊന്നും സിമ്പിൾ ഫീച്ചർ എന്നുള്ളൊക്കെ ഗ്രാമേഴ്സ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഞാൻ ജസ്റ്റ് വേറെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. അത് ജസ്റ്റ് പൗസ് ചെയ്തിട്ട് ആവശ്യമുള്ളവർക്കൊന്ന് വായിച്ചു നോക്കാം. അതും കൂടി ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എങ്ങനെയാണ് പണ്ട് 2017 അഡ്മിഷനിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നത്? അവർക്ക് 3 മണിക്കൂറായിരുന്നു പരീക്ഷ, 80 മാർക്കിനായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് 60 മാർക്കിനാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഞാൻ നിങ്ങൾക്കായിട്ട് ലൈബ്രറിയിൽ നിന്ന് കളക്ട് ചെയ്താണ്. പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ഇരിക്കുന്നുണ്ട്. ജസ്റ്റ് നോക്കുക, ഞാനിതൊന്നും വായിച്ചു നോക്കുന്നില്ല. ജസ്റ്റ് ആവശ്യമുള്ളവരൊന്ന് പിന്നെ ഒന്ന് ജസ്റ്റ് നോക്കുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്യാം. നിങ്ങൾ പൗസ് ചെയ്തിട്ട് ആവശ്യമുള്ളവർ വായിച്ചു വെക്കുക. എന്നിട്ട് എന്തെങ്കിലും പിന്നെ ഇതെന്നൊക്കെ അഥവാ ക്വസ്റ്റ്യൻ വന്നാലോ. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൺസൺ സൗണ്ട്സ്, സ് എന്നുള്ള സൗണ്ട് എവിടെയാണ് വരിക? ഇതിൽ കാറ്റ്, കേപ്പ് അല്ലെ, സിറ്റി, ഇവിടെയാണ് സ് എന്നുള്ള സൗണ്ട് വരിക. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ രസകരമായിട്ടുള്ള ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഓക്കെ, അങ്ങനെ 1 ഫ്രൈസൽ വേർബ്സ് കണ്ട, പണ്ട് ഒരു ഫ്രൈസൽ വെർബ് സെലക്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിനടുത്ത് എഴുതുക, അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ,
അപ്പോൾ ടെൻഷൻ അടിക്കണ്ട കേട്ടോ, അത് പ്രയാസമുള്ളതല്ല, പിന്നെ എളുപ്പമുള്ള പേപ്പറാണ്. നിങ്ങളങ്ങനെ പ്രയാസപ്പെടുത്തുന്ന ഒരു പേപ്പറൊന്നും ആവില്ല കേട്ടോ. എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ കമൻറ്റുകളും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്, വായിക്കലുണ്ട്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് നന്നായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തുടർന്നും നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം എന്ന് ആവശ്യപ്പെടുകയാണ്. എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും താങ്ക് യു.